തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദു തർക്കത്തിൽ മേയറുടെ രഹസ്യ മൊഴിയെടുക്കാൻ നീക്കവുമായി പോലീസ്. അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന പരാതിയുള്ള കേസിലാണ് ഈ നടപടി. രഹസ്യ മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ കൊടുത്തുവെന്നും അറിയുന്നു. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഷെഫീദ്, പറയൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മേയർ KSRTC ഡ്രൈവർ തർക്കം അത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4ഓളം കേസുകളാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന് കീഴിലെ 2 സ്റ്റേഷനുകളായി എടുത്തിട്ടുള്ളത്. അതായത് ഈ ഡ്രൈവറായിരുന്ന യദുവിൻ്റെയും അതേപോലെ അഭിഭാഷകൻ്റെയും പരാതിയിൽ മേയർക്കും അതേപോലെ തന്നെ MLA സച്ചിനുമെതിരെ 2 കേസുകൾ കന്റോൺമെന്റ് പോലീസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ സംഭവ ദിവസം എന്ന രാത്രി തന്നെ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിലുള്ളത്. ആ പരാതിയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതും. അതായത് അശ്ലീല ആംഗ്യം KSRTC ഡ്രൈവറായിരുന്ന യദു തന്നെ കാണിച്ചു എന്നുള്ളതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതി. അതിന്മേൽ ആ രീതിയിലുള്ള കേസെടുക്കുകയും യദുവിനെ അറസ്റ്റ് ചെയ്യുകയും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അത് കൂടുതൽ ആധികാരികമാകും ആ കേസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും കോടതി അക്കാര്യത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ കേസ് അത് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അതേസമയം KSRTC ബസ്സിൻ്റെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായ കേസ് അത് തമ്പാനൂർ പോലീസാണ് അന്വേഷിക്കുന്നത്. ആ കേസിൽ അന്വേഷണത്തിൻ്റെ വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നെങ്കിലും തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നമുക്ക് ഒരു വിവരം ലഭിക്കുന്നില്ല. കാരണം ഡ്രൈവർ യദു അതേപോലെ തന്നെ കണ്ടക്ടർ സുബിൻ അടക്കമുള്ള ആളുകളെ നേരിട്ട് പോലീസ് ഒരുമിച്ചിരുത്തി, സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് ആ കേസിൽ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ മേയർക്കും സച്ചിനുമെതിരെ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിനുമെതിരെ എടുത്ത കേസിലും കാര്യമായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.